ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രസ്, വെയിറ്റ്, പോയിന്റർ, ഹെൽപ്പ്, കണ്ടക്സ്റ്റ് മെനു, നൺ, അതേപോലെ തന്നെ ഡിഫോൾട്ട്, ഓട്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഫയൽ നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, പുതിയൊരു ഫയലൊന്നും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിൽ വെച്ച് തന്നെയാണ് ഞാൻ അടുത്ത ഭാഗം ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സെൽ എന്ന ഭാഗമാണ്. എന്തിനാണ് സെൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെൽ എന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേസർ എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് സെൽ എന്ന് ചേർത്ത് കൊടുക്കുക. CEL. ഓക്കെ, സെൽ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ചതൊന്ന് ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ മൗസർ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലസ് സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തരും. അതിൻ്റെ മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലസ് സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ സെൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ക്രോസ് ഹെയർ എന്ന ഭാഗം പോയിന്റാണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. ക്രോസ് ഹെയർ എന്നത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ ഒന്ന് ലോഡ് ചെയ്തു. ഇനി ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയിക്കുമ്പോൾ ഇതേ രൂപത്തിൽ, ഇതാവുമ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത്. ഇതാവുമ്പോൾ അതൊന്നുകൂടി നമുക്കൊരു പ്ലസ് രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്രോസ് ഹെയർ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് എന്ന രൂപത്തിലുള്ളതാണ്. ടെക്സ്റ്റ് എന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ടെക്സ്റ്റ് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ഒരു ടെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനോ വരുമ്പോൾ ഒരു കേസർ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു കേസർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നത് വെർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന ഭാഗം എന്ന ഓപ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ വെർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത് നമ്മളൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഇതാവുമ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത്. വെർട്ടിക്കൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്റ്റൈലിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇത്തരത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെർട്ടിക്കൽ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അലൈൻസ് എന്ന ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അലൈൻസ് എന്ന് എഴുതുക. ഇതൊന്ന് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അലൈൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക്, അതായത് ഒരു ടൂള് ഒന്ന് ഇത് അടുത്തതിനായിട്ട് ബന്ധമുണ്ടെന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ലിങ്ക്, അതേപോലെ തന്നെ അറ്റാച്ച്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ അലൈൻസ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പി എന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കോപ്പി എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോപ്പി എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്കിവിടെ വന്ന ഒരു പ്ലസ് സിമ്പല് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് കോപ്പി ചെയ്തെടുക്കാം എന്നൊരു ഓപ്ഷന് നമുക്ക് ചേർത്ത് കൊടുക്കാൻ, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതിന്റെ കോപ്പി നമുക്ക് ക്ലിപ്പ് ബോർഡ് സ്റ്റോർ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് കോപ്പി എന്ന ഓപ്ഷന് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മൂവ് എന്ന ഓപ്ഷനാണ്. ഓക്കെ, മൂവ് എന്ന കേസറാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മൗസ് കൊണ്ടുപോയാൽ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള സിമ്പൽ നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തു വരും. നമുക്ക് ഈ രൂപത്തിലെ മൂവിന്റെ സിമ്പൽ നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് മൂവ് എന്ന സിമ്പൽ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ നോ ഡ്രോപ്പ് എന്ന ഓപ്ഷനാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ വന്ന് നോ ഡ്രോപ്പ് എന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോ ഡ്രോപ്പ് എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഈ രൂപത്തിൽ ഇത് ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല എന്നൊരു സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്തു വരും. ഓക്കെ, അടുത്തതായി നമ്മൾ നോട്ട് അലൗഡ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് അതിലേക്ക് നമുക്ക് എൻട്രി ഇല്ല എന്നോ അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് നോ അലൗഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോ അലൗഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്തു വരിക. അടുത്തത് വരുന്നതാണ് ആൾ സ്കോള്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ആൾ സ്കോൾ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നേരത്തെ മൂവിന് എന്താണോ കണ്ടത് അതേ രൂപത്തിൽ തന്നെയാണ് ഇതും ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഓപ്ഷന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേജ് മുഴുവനായിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു ക്ലാസ്സുമായിട്ട് സ്ക്രോളിന് ഇനിയും കുറച്ച് ടൂളുകൾ കൂടി കേസറിന് ഇനിയും കുറച്ച് ടൂളുകൾ കൂടി ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നോക്കാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.